ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ പോകുന്നത് മാമ്പഴത്തറയിലാണ്. മാമ്പഴത്തറയെന്ന് പറയുമ്പോൾ ആർക്കും അധികം പരിചിതം ഇല്ലാത്തൊരു സ്ഥലമാണ്. കാര്യം കൊല്ലം ജില്ലയിൽ ഇത്രയും മനോഹരമായൊരു സ്ഥലമുണ്ടോയെന്ന് ചോദിച്ചാൽ വേറെ ഇല്ല. ഞാൻ ആദ്യം തൊട്ട് ഇവിടുന്ന് ഇറങ്ങുന്നിടം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ എൻ്റെ ഫോണിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് ഒന്നും പകുതി വീഡിയോ ഇതിനകത്തുനിന്ന് പോയി ഇടാൻ പറ്റുന്നില്ല. സ്പേസിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ അതുകൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അപ്പം മാമ്പഴത്തറയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. കാര്യം കൊല്ലം ജില്ലയിൽ ഇത്രയും മനോഹരമായ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല. ഇതധികം ആർക്കും അറിയാനും സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ്. ഇതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുനലൂർ കഴിഞ്ഞ് പോകണം. മാമ്പഴത്തറയിൽ നമ്മൾ ചിലപ്പോൾ ഗൂഗിൾ പോലെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനൊരു സ്ഥലം, അങ്ങനൊരു വ്യൂ പോയിൻ്റ് ഒന്നും കാണാൻ പറ്റില്ല. കാര്യം അത്ര ഫേമസ് ആയൊരു സ്ഥലമൊന്നുമല്ല. ഏറ്റവും നല്ല ശാന്തത നിറഞ്ഞ വെറും സൈലൻറ്റ് വാല്യൂ, എന്താ ഒരു ശബ്ദങ്ങളോ ഒരു ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. കാര്യം ഞാൻ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ മാമ്പഴത്തറ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെയുള്ളൊരു പേരെന്ന്. പക്ഷേ ഏറ്റവും അടിപൊളി, നിങ്ങൾ എവിടെയെങ്കിലും കാണാൻ സ്ഥലത്ത് പോകാൻ ആഗ്രഹിക്കുന്നതുണ്ടെങ്കിൽ അത് നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ മാമ്പഴത്തറയിൽ പോകുക. അത് കഴിഞ്ഞ് വേറെ എങ്ങോട്ടെങ്കിലും നിങ്ങൾ പോകുക. അത്രയ്ക്കും അടിപൊളിയായ പച്ചപ്പ് നിറഞ്ഞ, അതായത് ഫോറസ്റ്റ് ഏരിയ ആണ്. കാട്ടിനുള്ളിലൂടെയാണ്. നമ്മൾ പേടിച്ച് വിറച്ച് ആണ് നമ്മൾ പോകുന്ന. കാര്യം ആനയും കടുവയും സിംഹവും ഒക്കെ ഇറങ്ങുന്നൊരു കാടാണ് അവിടെ 2 ദിവസം മുമ്പും ആനയൊക്കെ ഇറങ്ങി. അവിടെ ഏറ്റവും അധികം നമ്മുടെ ഈ പൈനാപ്പിളാണ് നട്ടേക്കുന്നത്. അതൊക്കെ തിന്നാനും അതൊക്കെ നശിപ്പിക്കാനായിട്ട് ആനയൊക്കെ ഇറങ്ങും. അപ്പം അതൊക്കെ കറണ്ടിൻ്റെ കമ്പിയൊക്കെ കൊണ്ട് അതെല്ലാം അവർ സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പം പൈനാപ്പിളിൻ്റെ ഒരു കൃഷിയാണ് അവിടെ ഏറ്റവും അധികം കാണാൻ പറ്റുന്നത്. അപ്പം ആനയുടെ ശല്യം അവിടെ നല്ലതുപോലെ ഉണ്ടെന്ന് പറഞ്ഞു. 2 ദിവസം മുമ്പും ആനയുടെ ശല്യം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ മാമ്പഴത്തറ ജംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാമ്പഴത്തറ ജംഗ്ഷനിൽ നിന്നും ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞ് തോന്നുന്നു ഈ വ്യൂ പോയിൻ്റ് കാണാൻ പറ്റുന്നത്. മാമ്പഴത്തറ ജംഗ്ഷനിൽ മാത്രമാണ് ഞാൻ നോക്കിയിട്ടൊരു കട കണ്ടത്. കാര്യം അവിടെ വീടുകളൊന്നും തന്നെ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, അപ്പുറവും ഇപ്പുറവും കാടാണ്. നടുക്കൂടെ നമ്മൾ മാത്രം. ചിലപ്പോൾ ഒരു വണ്ടി പോയാൽ പോയി, അല്ലെങ്കിൽ ഇല്ല. അന്നേരം ഏത് നിമിഷം ആന വരുമോ എന്നുള്ളൊരു പേടിച്ചാണ് ഞങ്ങൾ പോയത്. കാര്യം അറിയാൻ പറ്റുമോ, ഒരു ഡേഞ്ചർ ഏരിയ അല്ലേ. അപ്പോൾ അവിടെയൊക്കെ ബോർഡിലൊക്കെ എഴുതി വെച്ചപ്പോൾ ഉണ്ട് ഇങ്ങനെ. അന്നേരം നമുക്കൊരു പേടിയുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കുരങ്ങന്, മയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഭാഗ്യം കൊണ്ട് നമ്മൾ ആനയെ കണ്ടില്ല. അത് നമ്മുടെ ഒരു ഭാഗ്യമെന്ന് വിചാരിക്കുക. പക്ഷേ ആന 2 ദിവസം മുമ്പും അവിടെയൊക്കെ കറങ്ങിയടിച്ച് നടന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി. അപ്പം ഞങ്ങളുടെ നാത്തൂൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ ആയിരുന്നു. എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നതാണ്. അദ്ദേഹത്തിനെ വിളിച്ച് ഞങ്ങൾ അദ്ദേഹമാണ് ഞങ്ങളെ അവിടെ കൊണ്ടുവന്ന് എല്ലാം കാണിച്ചത്. കാര്യം നമ്മൾ പോയാൽ പോലും ചിലപ്പോൾ നമുക്ക് അവിടെ ചെന്നാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് കണ്ടുകൊണ്ട് വരും. ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ കുറേ ആളുകൾ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ആരും കാട് അങ്ങോട്ട് കയറുന്നില്ല. പേടിച്ചിട്ടാവണം കാട് കയറുന്നില്ല. ഞങ്ങളാണ് കാട് കയറി ചെന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ഞങ്ങളെ കാത്തു നിന്ന്. അദ്ദേഹമാണ് ഞങ്ങളെ അവിടെയുള്ള വ്യൂ പോയിൻറ്റുകളും അവിടെയുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ട് നടന്ന് കാണിച്ചത്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് അവിടെ ചെന്നത് ജസ്റ്റ് കണ്ടിട്ടേ ഞങ്ങൾ വരത്തുള്ളായിരുന്നു. പക്ഷേ എല്ലാം കാണിച്ചു തന്നത് അദ്ദേഹമാണ്. അവിടുത്തെ ഏറ്റവും വലിയ ഈ മാമ്പഴത്തറ ജംഗ്ഷനിൽ ചെന്നാൽ നമുക്ക് അവിടെ ഒരു പള്ളിയാണ്. അതായത് മാമ്പഴത്തറ ജംഗ്ഷനിൽ അവിടെ ചെന്ന് വലത്തോട്ട് പോയാൽ ഒരു നേർച്ചപ്പള്ളി, അതായത് കുറുവൻതാവളം നമ്പൂതിരിപ്പള്ളി. അപ്പം അദ്ദേഹമാണ് ഞങ്ങളെ പള്ളിയിലോട്ടും കൊണ്ടുപോയത്. അതായത് മാമ്പഴത്തറയിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ആ പള്ളി. എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു തോട് പോലെ ഒരു അരുവി, അടിപൊളി നല്ല തെളിഞ്ഞ് വെള്ളമൊക്കെ പോകുന്ന, ഇങ്ങനെ നമ്മൾ ഇറങ്ങിയൊക്കെ ചെല്ലുന്ന മേളിലൊരു പള്ളി. അതിൻ്റെ മുകളിലായിട്ട് മലയാണ്. നല്ലതുപോലെ അടിപൊളിയായിട്ടുള്ള മലയാണ്. ഞങ്ങളവിടെ ചെന്ന് കുറച്ച് പായസമൊക്കെ കിട്ടി. ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു. അതിനും പറഞ്ഞ് അവിടെ ഏറ്റവും വലിയ നേർച്ചയാണ്. ജനുവരി 26-ാം തീയതിയാണ് ഇവിടുത്തെ നേർച്ച. എല്ലാ ജില്ലക്കാരും അവിടെ വന്ന് നേർച്ചയൊക്കെ ചെയ്യും. പിന്നെ അതിനെക്കുറിച്ച് കുറേ ഐതിഹ്യങ്ങളുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഇവിടുത്തെ ആരടങ്ങിയിട്ട്. അവിടെ ആരും അടങ്ങിയിട്ടില്ല. അവിടെ കാൽപ്പാട് പതിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു ഇതാണ്. അന്നേരം അവിടുന്ന് ആ ദിവസം ആ മലയുടെ മുകളിലോട്ട് കയറി ഇങ്ങനെ പോയി അവിടെ എന്തോ വിളക്കൊക്കെ വെക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ ഐതിഹ്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ജനുവരി 26-ാം തീയതി നേർച്ചയ്ക്ക് വരണം, ഭയങ്കര നേർച്ചയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നിന്നു. അപ്പം അതിൻ്റെ മുമ്പിൽ ഇതുകൊണ്ടൊരു അരുവി ഇതുപോലെയൊക്കെ ഉണ്ട്, നല്ല തെളിഞ്ഞ വെള്ളം. കുഞ്ഞുങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഞങ്ങൾ കുറേ നേരം കാലൊക്കെ നനച്ച് കുറേ നേരം അവിടെയൊക്കെ നിന്നു. അങ്ങനെ പറയാനാണെങ്കിൽ റബ്ബർ തോട്ടങ്ങൾ കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഈ ഫോറസ്റ്റ് ഏരിയ ആണ്. കാര്യം ഞാൻ സത്യത്തിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ
പോവുകയെന്ന് പറഞ്ഞെങ്കിലും കാട്ടിക്കൂടാണെന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ ഇത്രയും കാടുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാര്യം ഞാൻ അങ്ങനെ കാടൊന്നും കണ്ടിട്ടില്ല. അപ്പം നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ തന്നെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ ഫോണിൽ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ മാമ്പഴത്തറ എന്ന് കണ്ടു. അപ്പം ഇങ്ങനെ ജസ്റ്റ് വിളിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും അടിപൊളി ഒരു സ്ഥലം വേറെ എങ്ങും ഇല്ലെന്ന് ഞാൻ പറയുന്നു. കാര്യം അത്രയ്ക്കും പച്ചപ്പ് നിറഞ്ഞ അടിപൊളിയായ ഒരു ഏരിയയാണ്. കാര്യം അവിടെ ആണെങ്കിൽ ഏറ്റവും അധികം കൃഷികൾ ചെയ്യുന്ന അവർ മാത്രമേ ഉള്ളൂ. അവിടെ താമസം അവർ മാത്രമേ ഉള്ളൂ. അവിടെ എനിക്ക് തോന്നുന്നു എസ്റ്റേറ്റ് ജോലി ചെയ്യുന്നവർ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. അല്ലാതെ ഒരു താമസക്കാരൊന്നും അവിടെ ഇല്ല. എസ്റ്റേറ്റ് ജോലി ചെയ്യുന്നവർ മാത്രം. അവിടെ ചെറിയ ചെറിയ എസ്റ്റേറ്റുകളുണ്ട്. അന്നേരം അവിടെ ജോലി ചെയ്യുന്നവർ മാത്രം. അന്നേരം ഞങ്ങളുടെ കൂടെ വന്ന അണ്ണൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയി. എസ്റ്റേറ്റ് ജോലിയുള്ള അണ്ണൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയി. അന്നേരം ആ വീടൊക്കെ അവിടേക്ക് ഒരു 5 6 വീടുകളേ ഉള്ളൂ. നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോയി കാണാൻ അടുക്കടുക്ക് വീട്, അതുകൊണ്ട് ഒരു 5 6 വീടേ ഉള്ളൂ. അവിടെയുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ അവിടെ താമസവും. പിന്നെ അത് കഴിഞ്ഞ് താഴോട്ടൊക്കെ വന്നാൽ അവിടെ ആളുകളേ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ മാമ്പഴത്തറയിൽ അവിടെ പൊഴിഞ്ഞ് 2 3 പേര് ഇരിക്കുന്നതല്ലാതെ നമ്മുടെ ഈ സ്ഥലത്ത് ഞങ്ങളന്നേരം പറയുകയും ചെയ്തു, നമ്മുടെ സ്ഥലത്തോട്ടൊക്കെ വന്നാൽ അവർ എങ്ങനെ ആയിരിക്കും. കാര്യം നമ്മുടെ സ്ഥലത്തൊക്കെ ഭയങ്കര ബഹളവും കാര്യങ്ങളും. അവിടെ ആണെങ്കിൽ സൈലൻ്റാണ്. അപ്പം അവരാണെങ്കിൽ വലിയ തിരക്കില്ല, വലിയ ആളുകളില്ല, വലിയ വീടുകളില്ല, അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അപ്പം നമുക്കതൊക്കെ കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. അങ്ങനെ പിന്നെ കുറേ നേരമൊക്കെ ഒരു സന്ധ്യയായി. ഞങ്ങൾ ഇവിടുന്ന് 2 മണിക്ക് പോയി. അവിടുന്ന് ഒരു 6 മണി 6:30 തിരിച്ചപ്പോൾ കാട് വഴി തിരിച്ച് വന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ നിന്നൊരു ചായയും പരിപ്പ് വടയും ഇതൊക്കെ കഴിച്ചു. അവിടെ കഴിക്കാനായിട്ട് അത് മാത്രമേ ഉള്ളൂ, കടകളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അങ്ങനെ പിന്നെ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ മേടിച്ച് കൊടുത്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ യാത്ര തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഈ സ്ഥലത്ത്, നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള സ്ഥലം പോയി എല്ലാവരും പോയി കാണണം. ബായ്.